ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഹാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന പുതിയൊരു വിശേഷം നമുക്ക് കേട്ട് നോക്കിയാലോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ രാജീവും അരുണും കൂടെ ചേർന്നിട്ട് പുതിയൊരു പദ്ധതി നമ്മുടെ സുധീഷിനിട്ട് കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു ചെട്ടിയാരുടെ കയ്യിൽ കുറച്ച് പണവും സ്വർണ്ണമൊക്കെ കൊണ്ട് കൊടുക്കണം. സുധീഷിനിത് കേട്ടപ്പോൾ തന്നെ സുധീഷിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. അത് നിധി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷിന് പെട്ടെന്ന് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം നിധിയുടെ മുമ്പിൽ അതൊരു ഇതായി പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് സുധീഷ് കുഴപ്പമില്ല എന്ന് ഞാൻ കൊണ്ടുപോകാം, പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തോ സംതിങ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സുധീഷിന് അറിയാമായിരുന്നു. അങ്ങനെ അരുണും രാജീവും കൂടെ പ്ലാൻ ചെയ്തനുസരിച്ചിട്ട് ഒരു ബാഗിൽ കുറച്ച് സ്വർണവും കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് സുധീഷിൻ്റെ കൊടുത്തു വിടുകയാണ്. അങ്ങനെ സുധീഷ് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ സുധീഷ് അതും കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ കാറിനടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നിധിയും കൂടെ പോയി. അപ്പോൾ നിധി ചെന്നിട്ട് സുധീഷിനോട് ചോദിച്ചു, എന്ത് പറ്റി സുധീഷ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കൊണ്ടുപോകാൻ? ഇല്ല കുഴപ്പമില്ലാടോ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് കൊണ്ടുപോവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ അങ്ങനെ കേട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറന്നു പോവല്ലേ, ഒപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ വീഡിയോസ് കയറി പോകത്തുള്ളൂ. അങ്ങനെ നമ്മുടെ സുധീഷ് അവർ കൊടുത്ത ആ പൈസയും ഗോൾഡൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വണ്ടിയിൽ പോവാണ്. അപ്പോൾ സുധീഷിന് ഉറപ്പാണ് എന്ത് പണിയാണ് ഇതിൻ്റെ പുറകിൽ വരുന്നത് എന്നുള്ളത്. ഇങ്ങനെ സുധീഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സുധീഷ് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഇതേ സമയം സാന്ദ്ര വന്നിട്ട് പറയും, അരുണേട്ടാ നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോവാം, കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ. അത് വേണ്ട, ഇത് 1-2 ദിവസം കൊണ്ട് മാറിക്കോളും. അത് പറ്റില്ല അരുണേട്ടാ, നമുക്കൊന്ന് പോയിട്ട് വരാം, എന്തെങ്കിലും ഫ്രാക്ചറോ മറ്റോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാജീവ് ഉടൻ തന്നെ അരുണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഞാനും അരുണും കൂടെ പൊക്കോളാം, മോള് വരണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ രാജീവും അരുണും കൂടെ, കാരണം കള്ളത്തരമാണല്ലോ, അപ്പോൾ സാന്ദ്ര വന്നു കഴിഞ്ഞാൽ അത് പൊളിയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ നിധിയും നമ്മുടെ സാന്ദ്രയുടെ മോളൂട്ടി ഉണ്ടല്ലോ, മോളൂട്ടിയും കൂടെ ചേർന്നിട്ട് ഡോക്ടറും രോഗിയും കൂടെ കളിക്കുകയാണ്. അപ്പം മോള് ഡോക്ടറും നമ്മുടെ നിധി രോഗിയായിട്ടൊക്കെ അഭിനയിച്ചുള്ള കളിയാണ് കേട്ടോ. ഈ സമയം ഇങ്ങനെ സുധീഷ് വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 100 കിലോമീറ്ററോളം പോകണം. അപ്പോൾ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ സുധീഷിനുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഹരീഷ് വർക്ക്ഷോപ്പിലാണ്. ഹരീഷിൻ്റെ ഫോണിലോട്ട് നമ്മുടെ നീതു വിളിക്കുന്നുണ്ട്. അവിടെ പിന്നെ പ്രണയം മുട്ടിട്ട് നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയും, ഞാൻ വർക്ക്ഷോപ്പിൽ. എന്ത് ചെയ്യുക? വർക്ക്ഷോപ്പിൽ ഞാൻ എന്താ ചെയ്യുക, പണിയെടുക്കണു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എന്ന് ചോദിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് സംസാരമൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചന്തു വന്ന് നോക്കുമ്പോൾ ഹരീഷ് അങ്ങ് തകർക്കുകയാണ്. എന്തായാലും നടക്കട്ടെ, ഇത്രയും നാൾ 1 സൈഡായിരുന്നല്ലോ, ഇപ്പോൾ 2 സൈഡായി, പ്രണയമൊക്കെ നടക്കട്ടെ എന്നുള്ള ഭാവത്തിൽ ചന്തു ഇങ്ങനെ അങ്ങ് നോക്കിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷിൻ്റെ വർക്ക് സൈറ്റൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഉച്ച സമയമായി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് ഭായിമാർ. അപ്പോൾ സുഭാഷ് കൈയൊക്കെ കഴുകി ഫുഡൊക്കെ എടുത്ത് റെഡിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഭാഷിൻ്റെ ബായി ഉണ്ടല്ലോ, അപ്പോൾ ബായി വന്നപ്പോൾ എൻ്റെ ഫുഡ് കൊണ്ടുവന്നില്ലെന്ന് സുഭാഷ് ചോദിക്കുകയാണ്. അതെ, ചാന്ദിനി കൊണ്ടുവരും. അപ്പോൾ സുഭാഷ് ചോദിക്കും, അപ്പോൾ നിങ്ങളെ എന്തിനാണ് ഈ വെയിലത്തിട്ട് അതിനെ ഈ വെയിലത്ത് നടത്തിക്കണ? അത് സാരമൊന്നുമില്ല, അവൾ കൊണ്ടുവന്നോളൂ. അങ്ങനെ പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ചാന്ദിനിയുടെ ആങ്ങള ബായിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വരെയാണ്. അപ്പോൾ ചപ്പാത്തിയും എന്തോ വെജിറ്റബിൾ കറി അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വിളമ്പി ഇങ്ങനെ കൊടുക്കുകയാണ്. അതേസമയം നമ്മുടെ സുഭാഷ് ചാന്ദിനിയുടെ അടുത്ത് അറിയാവുന്ന ഭാഷയിലൊക്കെ ഒപ്പിച്ച് ചോദിക്കുന്നുണ്ട്, ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചാന്ദിനി കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. കുറച്ചൊക്കെ സുഭാഷിന് മനസ്സിലാവും ചാന്ദിനിയുടെ സംസാരമൊക്കെ, ഹിന്ദിയൊക്കെ. അപ്പോൾ സുഭാഷ് പറയും, എൻ്റെ ഫുഡൊന്ന് കഴിച്ച് നോക്കുമെന്ന് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ചാന്ദിനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റാന്നൊക്കെ ചാന്ദിനി പറയാം. അപ്പോൾ ആരാ കുക്ക് ചെയ്തതെന്നൊക്കെ ചാന്ദിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് തന്നെയാണ് കുക്ക് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറയണേ. അപ്പം ചാന്ദിനി ഉണ്ടാക്കിയ കറിയും ചപ്പാത്തി സുഭാഷിന് കൊടുത്തപ്പോൾ സുഭാഷ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും എന്തോ ഒരു സംതിങ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ. എന്താണെന്ന് നമുക്ക് നോക്കാം എന്തായാലും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷിനെയാണ്. നമ്മുടെ സുധീഷ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലമൊക്കെ ആളൊഴിഞ്ഞ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷിന് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. നിധിയെ വിളിക്കണോ? ഇല്ല, കുറച്ച് ദൂരമല്ലേ ആയുള്ളൂ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതി
സുധീഷ് കുറച്ച് കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ സമയം നമ്മുടെ സുധീഷ് ഒരു കാട് പോലെയൊക്കെയുള്ള ഒരു സ്ഥലത്തൂടെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകാൻ കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്ക് റോഡിൻ്റെ നടുക്കായിട്ട് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരാളും അവിടെ കിടപ്പുണ്ട്. സുധീഷിന് പെട്ടെന്ന് എന്തെങ്കിലും പന്തികേടാണോ അല്ല ശരിക്കും ആൾ ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് സുധീഷിന് മനസ്സിലായിട്ടോ. അങ്ങനെ സുധീഷ് പതുക്കെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഇറങ്ങി ചെന്നപ്പോഴേക്കും ഈ സുധീഷ് വണ്ടി നിർത്തി ബൈക്ക് ആക്സിഡൻറ്റ് കിടക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് മാറി കുറച്ച് ആൾക്കാർ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ രാജീവും അരുണൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സുധീഷിനെ കെണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ആക്സിഡൻറ്റ് പോലെയൊക്കെ അവിടെ ഒരാൾ ഇങ്ങനെ കിടന്നത്. സുധീഷ് അടുത്തെത്തിയപ്പോഴേക്കും ഈ മറിഞ്ഞു നിന്നവരൊക്കെ ഓടി വന്നു കേട്ടോ. അപ്പോഴേക്കും ഈ ബൈക്ക് ഇടിച്ച് കിടന്നവൻ താൻ എഴുന്നേറ്റ് അവൻ അങ്ങ് പോയി. അപ്പോൾ സുധീഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ സുധീഷിൻ്റെ പിന്നെ വണ്ടിയിൽ നിന്ന് ആ ബാഗ് എടുക്കുകയാണ്. മര്യാദയ്ക്ക് ആ ബാഗ് അവിടെ വെച്ചു, ഇല്ലെങ്കിൽ നീയൊക്കെ വിവരം അറിയുമെന്നും പറഞ്ഞ് സുധീഷ് വരണം. അപ്പോഴേക്കും എല്ലാവരും കൂടി വന്ന് സുധീഷിനെ പിടിച്ച് കെട്ടി കൈയൊക്കെ കെട്ടി ആ വണ്ടിക്കകത്തിട്ട് അവർ കൊണ്ടുപോവേണം കേട്ടോ. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ആകെപ്പാടെ അങ്കലാപ്പായി. എന്തായാലും ഇത് അവരുടെ പണി തന്നെ ആയിരിക്കും എന്നുള്ളത് സുധീഷിന് ബോധ്യമായി കേട്ടോ. അങ്ങനെ ഇതേ സമയം നമ്മുടെ നിധി മോളും കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സാന്ദ്ര ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നിധി ചോദിക്കുക, എന്ത് പറ്റി സാന്ദ്രയായിട്ട് ടെൻഷനായിട്ട് ഇരിക്കണേ? അല്ല അരുണേട്ടനും അച്ഛനും പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, അതാ നിധി പറഞ്ഞപ്പോഴേക്കും അവർ കാറിൽ വരികയാണ് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, 2 ദിവസത്തെ ഒരു ഇതേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ കെട്ടൊക്കെ മാറ്റി അങ്ങാക്കാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല, അവർ ഹോസ്പിറ്റലിലും പോയിട്ടില്ല. എന്നിട്ട് നമ്മുടെ രാജീവ് ഹേമയോട് പറഞ്ഞു, അതെ നല്ല വിശപ്പുണ്ട്, ഫുഡൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു. അപ്പം നിധിക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാജീവും നിധിയും അരുണും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയം നിധിക്ക് മീൻ വറുത്തതൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജീവ് പറയും, അതെ മോളെ മുള്ളൊക്കെ ഉണ്ട്, നോക്കി കഴിക്കണം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല ചാ, ഞാൻ കഴിച്ചോളാം. വേണ്ട ഞാൻ മുള്ളെടുത്ത് തരാമെന്ന് പറഞ്ഞ് രാജീവ് മുള്ളൊക്കെ എടുത്ത് മാറ്റി മീനൊക്കെ എടുത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ നിധിക്ക് ചോറൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വീണു. അപ്പോൾ ഹേമ പറയുന്നുണ്ട്, ഓഹോ ഇപ്പോഴും കുട്ടിയാണെന്നാണോ വിചാരം? ഈ സ്നേഹമൊക്കെ ഉള്ളിലൊതുക്കി വെച്ചൊക്കെയായിരുന്നു അല്ലേ? അതെ എനിക്ക് അങ്ങനെ അവളുടെ അടുത്ത് സ്നേഹക്കുറവൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ രാജീവ് കുറച്ച് ആക്ട് ചെയ്തെടുക്കുന്നതാണ്, നിധീനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിങ് ഒക്കെയാണ് കുറച്ച് കാണിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആ സ്നേഹമൊക്കെ ഉണ്ട്, അച്ഛൻ്റെ ആ പഴയ സ്നേഹം, ആ ഒരു രീതിയിലൂടെ മകളെ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരിതാണല്ലോ. പക്ഷെ നിധിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഭയങ്കര വിഷമമാവേണം. അച്ഛൻ്റെ ഇത്രയും സ്നേഹമൊക്കെ അച്ഛൻ്റെ എന്നിലുണ്ടോ അത് മനസ്സിലാക്കാണ്ടൊക്കെ ആണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ രാജീവ് പറയും, അച്ഛനമ്മമാർ പലതും സഹിച്ച് ക്ഷമിച്ചും ഒക്കെ എത്തിയാലേ നമുക്ക് നമ്മുടെ മക്കളെ ഒരു നിലയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇനി ആ വിഷമമൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീയും ഒരു അമ്മയാകണം. അച്ഛനും അമ്മയൊക്കെ ആയി കഴിയുമ്പോഴേ നിങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് രാജീവ് പറയണം കേട്ടോ. അപ്പോൾ നിധി പറയും, അച്ഛാ അത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞതല്ല മോളേന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അരുണിൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരികയാണ്. അപ്പോൾ അരുൺ അതെയോ ആണോ എന്ന് പറഞ്ഞിട്ട് അരുൺ ഫോൺ വെക്കുകയാണ്. എന്നിട്ട് അരുൺ നമ്മുടെ രാജീവിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അത് മറ്റേ ചെട്ടിയാരുടെ അടുത്ത് സാധനം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എത്തിയിട്ടില്ലെന്നോ? എത്താനുള്ള സമയമായല്ലോ, സുധീഷ് പോയിട്ട് ഇത്രയും നേരമായല്ലോ. അപ്പോഴും നിധിക്കും പെട്ടെന്നൊരു ടെൻഷൻ ആവുകയാണ്. അതെ എന്തു പറ്റി കാണും, അവൻ എത്താനുള്ള സമയമായല്ലോ. അപ്പം നിധി ഇങ്ങനെ അന്തം വിട്ടിരിക്കണം, ഇവർ തമ്മിൽ സംസാരിക്കണത്. അപ്പോഴേക്കും അരുൺ പറയണേ, ഞാനൊന്ന് റൂട്ട് മാപ്പ് നോക്കട്ടെ, അവൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് അറിയാൻ പറ്റില്ല. മറ്റേ അവിടെ കാറിൽ മറ്റേ GP ആ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ലൊക്കേഷൻ മാറിയാണല്ലോ വെച്ചാൽ അവൻ പോണത് എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം ആ ഗുണ്ടകൾ നമ്മുടെ സുധീഷിനെ കൊണ്ടുപോയിട്ട് ഏതോ ഒരു ആളൊഴിഞ്ഞ വീടിൻ്റെ അവിടെ എങ്ങോട്ടാണ് കൊണ്ടിട്ടേക്കണത്. അപ്പം ലൊക്കേഷൻ മാറി. അപ്പോഴേക്കും രാജീവും അരുണും പതുക്കെ കണ്ണോട് കണ്ണ് നോക്കിയിട്ട് സുധീഷിനെ, അയ്യോ അവൻ എന്തായിരിക്കും ലൊക്കേഷനൊക്കെ മാറിപ്പോണത്, ഇനിയിപ്പോൾ ഇവൻ വേറെ എങ്ങോട്ടെങ്കിലും പോയോ? അതായത് സുധീഷിനെ ഒരു കള്ളനാക്കിക്കൊണ്ട് ഒരു ചെറിയൊരു ടോക്ക് അവർ തമ്മിൽ അച്ഛനും മോനും തമ്മിൽ സംസാരിക്കണം. അപ്പം നിധിക്ക് ആകെ ടെൻഷനാവുകയാണ്. സുധീഷ് അങ്ങനെ ഒരാളല്ലല്ലോ, സുധീഷ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, സുധീഷ് സത്യസന്ധമായിട്ട് ഇതിനെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം നിധിക്ക് ഉറപ്പാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ട്രാജഡി എന്താണെന്ന് രാജീവിനും അരുണിനും മാത്രമല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ നിധിക്ക് ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം എന്നൊന്നും അറിയില്ല, ആകെ ഒരു പേടിയായിപ്പോയി.
ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ സുധീഷ് കാരണം ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അച്ഛനൊക്കെ ആ ഒരു ഇഷ്ടം നിധിയുടെ കൺസെപ്റ്റിൽ അച്ഛനും അരുണും രാജീവും ഹേമയൊക്കെ ശരിക്കും നമ്മുടെ സുധീഷിനോട് ഒരു സ്നേഹം കാണിച്ചു തുടങ്ങിയതാണ്. പക്ഷേ സുധീഷിന് 8ൻ്റെ പണി കൊടുത്തുകൊണ്ടിരിക്കണമെന്നുള്ള കാര്യം പാവം എല്ലാം സഹിച്ച് നിധിക്ക് വേണ്ടിയിട്ട് സുധീഷ് സഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാപ്പിലും സുധീഷ് പെട്ടുപോയാണ്. പക്ഷേ ഇനിയിപ്പോൾ ആ കൊണ്ടിട്ടേക്കുന്ന സ്ഥലത്ത് നിന്ന് സുധീഷിന് രക്ഷപ്പെട്ട് വരാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പം നാളത്തെ എപ്പിസോഡിൽ ഏകദേശം ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിൽ നിന്നെല്ലാം മറികടന്ന് നമ്മുടെ സുധീഷ് മുന്നോട്ട് വരുമോ എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും നിധിക്ക് ആകെ ടെൻഷനൊക്കെ ആയിപ്പോയി കേട്ടോ. എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല, അവരുടെ മുന്നിൽ എന്ത് പറയുമെന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഹൈപ്പ് മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളെ വരാനിരിക്കുന്ന ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.